അസ്സലാമു അപ്പോൾ മക്കളെ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡറുകളൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കണം കേട്ടോ. ഒന്നുമല്ല, പെരുന്നാളിനൊരു സീസണല്ലേ കാരണം. അപ്പോൾ അത്ര ഉള്ളതെല്ലാം ഉണ്ടാകുക. നോമ്പും പെരുന്നാൾക്കും അൽഹംദുലില്ലാ നമുക്ക് കുറച്ച് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇനി വെറും ഒരു ഡ്രസ്സിൻ്റെ കച്ചവടം മാത്രമായിട്ട് നിൽക്കണ്ടല്ലോ, അതിൽക്കൂടി ഒരു വീട്ടം കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തൊരു ബിസിനസ്സും കൂടി തുടങ്ങണം കേട്ടോ. ഇതുവരെ ഞാൻ എന്തൊക്കെയും ഒന്ന് തുടങ്ങണം, എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചത് ഞാൻ അഭിപ്രായം ചോദിച്ചു കേട്ടോ. ഒന്ന് രണ്ടാളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ തളർത്താനേ ആളുണ്ടായിട്ടുള്ളൂ. ശരിക്കും നിങ്ങളതൊന്നും ചെയ്ത് നോക്കി, വിജയിക്കുന്നില്ല ഒരു ബാക്കി ഇതേവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ ഇപ്പോൾ ഞാൻ തുടങ്ങി പോകുമ്പോൾ എനിക്ക് തോന്നി നമ്മളെ കയ്യിൽ 10 റുപ്യ ഉണ്ടാകാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരിശ്രമിച്ചാൽ വിജയിക്കുന്നില്ല വെച്ച് ഉറപ്പായിട്ടോ. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു പണി തന്നെയാണ് ലേഖ ഉണ്ടാക്കണ പണി. അപ്പോൾ ഞാൻ ഇങ്ങക്കായിട്ട് ഒരു ആട്ടുലേഖത്തിൻ്റെ ബിസിനസ്സും കൂടി ഇതിൽ കൂടി കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആടിൻ്റെ എല്ലാ കജും കാലും ഉരിയും എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി അത് വെന്ത് സൂപ്പാക്കിയിട്ട് ആ സൂപ്പിലാണ് കേട്ടോ നമ്മൾ ലേഖം വരിക. അതേപോലെ തന്നെ അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് കഷായത്തിൻ്റെ മരുന്നും പിന്നെ നമ്മൾ തൊടുവെന്ന് കൂട്ടണ കുറേ പറിച്ചണ മരുന്നുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് പുത്തിരിച്ചുണ്ട, അതേപോലെ കഞ്ഞിക്കൂർക്കൾ, തുളസി, അതിൻ്റെയൊക്കെ നീരും വേരും ഒക്കെ അരച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ലേഖം ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ അതേപോലെ ഈത്തപ്പഴം, നട്ട്സ്, എല്ലാവിധ നട്ട്സുകളും ഒക്കെ കൂട്ടി. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്നവർക്ക് മുലപ്പാലുണ്ടാവാനും പിന്നെ അതേപോലെ ജിമ്മിന് പോണ കുട്ടികൾക്ക് ജിമ്മിന് മസിലുണ്ടാവാനും നിങ്ങൾ ഈ ക്രിയാറ്റിനും പ്രോട്ടീനൊക്കെ വാങ്ങി തിന്നണിലേറെ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ആട്ടിലേഖത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമ്മളെ അമ്മമാരോടും വാപ്പമാരോടൊക്കെ ചോദിച്ചാൽ കുറച്ച് വയസ്സായവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം അതിലെന്തൊക്കെ കൂടണമെന്നുള്ളത്. ഈ കെമിക്കൽ അടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങി തിന്നണിലേറെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ വീട്ടിലുണ്ടാക്കുന്ന സാധനം. പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനം എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെ കേട്ടോ. ആണുങ്ങൾക്ക് ദാമ്പത്യത്തിനൊക്കെ ഉഷാറാണ്, നമ്മളെ നാഡീ നരമ്പുകൾക്ക് ഒരു ബലം കിട്ടാനും അതേമാതിരി ശരീരത്തിനൊരു ഉണർവ് കിട്ടാനും ഒക്കെ നല്ല സാധനങ്ങളാണ് ഇതിൽ അടങ്ങുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് കുറച്ച് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ സഹിതം നിങ്ങൾക്ക് വിട്ടുതരും. ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്നില്ലൊക്കെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കിക്കോളും. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.